എങ്ങനെ റെഡ് ബസ് വഴി നമുക്ക് ബസ് ബുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം റെഡ് ബസ് ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മൈ അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും അടിയിൽ, അത് സെലക്ട് ചെയ്യാം. നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കുക. നമുക്ക് ഇതുവരെ റെഡ് ബസ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈനപ്പ് കൊടുക്കാം. എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അത് ലോഗിൻ കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് OTP നോക്കുക. നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹോമിൽ പോവാം. ഹോമിൽ പോയിട്ട് നമുക്ക് എവിടെ നിന്നാണ് പോകേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ കോഴിക്കോട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉള്ളിടത്ത് ബാംഗ്ലൂർ സെലക്ട് ചെയ്യാം. നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് 25-ാം തീയതി പോകണമെങ്കിൽ 25-ാം തീയതി സെലക്ട് ചെയ്യാം. എന്നിട്ട് സെർച്ച് ബസ്സസ് എന്നുണ്ടാവും, അന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറേ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് വേണ്ട ബസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സീറ്റൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ബസ്സാണ് എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ സ്ലീപ്പർ എടുക്കുകയാണ്. സ്ലീപ്പർ എടുക്കുക. എന്നിട്ട് സെലക്ട് ബോർഡിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻറ്റ്സ് ഉള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ബോർഡിംഗ് പോയിൻ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. നമുക്ക് ഡ്രോപ്പിംഗ് പോയിൻ്റ് നമ്മൾ ഇവിടെ ഇറങ്ങേണ്ടതെന്ന് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. കെങ്കേരി ആണെങ്കിൽ നമുക്ക് കെങ്കേരി ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പേര്, ഇമെയിൽ, മൊബൈൽ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ റെഡ് ബസ് അഷുറൻസ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. നമുക്ക് പേനൊന്ന് കൊടുക്കുക. ഈ ബസ്സിന് ട്രിപ്പ് റിവാർഡ് പറഞ്ഞാണ്ട് ഒരു കൂപ്പുണ്ട്. നമ്മൾ 5 ട്രിപ്പ് ഇതിൽ നടത്തിയാൽ ഒരു ട്രിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ബുക്കിംഗ് ആണെങ്കിൽ ഇവിടെ കൂപ്പൺ കോഡിൻ്റെ അവിടെ ഫസ്റ്റ് അല്ലെങ്കിൽ റെഡ് 500 എന്നൊക്കെ അപ്ലൈ ചെയ്തെടുത്താൽ നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും ഫസ്റ്റ് ബുക്കിങ്ങിലൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ അത് ഓൾറെഡി 3-4 ബുക്കിംഗ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൂപ്പണൊന്നുമില്ല. നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഇത് സെലക്ട് ചെയ്യുക, പേ ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിലേക്കും പിന്നെ SMS-ക്കൊക്കെ മെസ്സേജ് വരും. ബസ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ബസ്സിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ മെസ്സേജായിട്ട് വരും. കോൺടാക്ട് നമ്പർ ബസ് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് കോൺടാക്ട് നമ്പർ SMS ആയിട്ട് വരിക.